കണ്ണീർ ബാക്കിയാക്കിയാണ് അവൾ മടങ്ങുന്നത്. ജീപ്പിടിച്ച് മരിച്ച ദിൻഷാനയുടെ സംസ്കാരം ഇന്ന്. വയനാട് കമ്പളക്കാട് ജീപ്പ് ഇടിച്ച് മരിച്ച 19കാരി ദിൻഷയുടെ സംസ്കാരം ഇന്ന് നടക്കും. പിതാവ് വിദേശത്തായതിനാലാണ് സംസ്കാരം ഇന്നത്തേക്ക് മാറ്റിയത്. ഇന്നലെയാണ് പാൽ വാങ്ങാൻ കാത്തു നിൽക്കവേ ജീപ്പിടിച്ച് വീടിന് മുമ്പിൽ വെച്ച് ദിൻഷ മരിച്ചത്. റോഡരികിൽ കൂട്ടിയിട്ടിരുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ ഉള്ളതിനാൽ ദിൻഷയ്ക്ക് ഓടി മാറാനായില്ലെന്നാണ് നാട്ടുകാർ പ്രതികരിച്ചത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിച്ചിരുന്നു. ദിൻഷാനയെ വാഹനം ഇടിപ്പിച്ചത് കണ്ട് അയൽവാസിയെ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇയാളെ കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിക്കുന്നത്. അപകടത്തിൻ്റെ തീവ്രത വ്യക്തമാക്കുന്നതാണ് സംഭവം. കമ്പളക്കോട് പുത്തൻതൊടുവിൽ ദിൻഷാന 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഇന്നലെ രാവിലെ പാൽ ഇറങ്ങിയപ്പോഴുണ്ടായ അപകടത്തിൽ മരിച്ചത്. കമ്പളക്കോട് സിനിമാ ഹാളിനു സമീപത്ത് ഇന്നലെ രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. സുൽത്താൻ ബത്തേരി സെൻറ് മേരീസ് കോളേജ് വിദ്യാർത്ഥിയാണ് ഈ മരിച്ച ദിൻഷാന. പാൽ വാങ്ങാനായി റോഡരികിൽ നിന്ന പെൺകുട്ടിയെ നിയന്ത്രണം വിട്ടുവന്ന ജീപ്പ് ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. പെൺകുട്ടി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ആശുപത്രിയിൽ നിന്നും ദിൻഷാനയുടെ മൃതദേഹം കമ്പങ്കോട് വീട്ടിൽ എത്തിച്ചു. ഇനി ആർക്കും ഇങ്ങനെ ഒരു മരണം ഉണ്ടാവരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.